എനിക്ക് ഏതെങ്കിലും സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ സമയങ്ങളിൽ അന്ന് ആലോചിച്ചിരുന്നു ഒരു വിവാഹ ജീവിതം, അന്ന് ആലോചിച്ചിരുന്നു എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു എൻ്റെ സങ്കടങ്ങൾ പറയാൻ, എൻ്റെ ദുഃഖങ്ങൾ പറയാൻ, അങ്ങനെ അന്ന് എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? ഇല്ല. ബിക്കോസ് എൻ്റെ ഫിലോസഫിയെ അതല്ല. നമ്മൾ അങ്ങനെ ഒരു ആവശ്യത്തിൽ നിന്നും നമ്മളൊരു വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒരാളുടെ ഹെൽപ്പ്, ഒരു കൈത്താങ്ങ് ചോദിക്കുമ്പോൾ അത് അവർക്ക് അതിലെന്താ ഗുണം? നമ്മുടെ ഗുണത്തിന് വേറൊരാളോട് ഇങ്ങനെ ഒരു നിസ്സഹായമായിട്ടുള്ള ഒരാളെ സഹായിക്കാൻ പറയുന്നില്ല, അവർക്ക് എന്താ ഗുണം? അപ്പോൾ നമ്മളൊരാൾക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതെൻ്റെ ജോലിയാണ്. എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ ഇപ്പോൾ എസ്പെഷ്യലി ഒറ്റപ്പെടൽ കാരണം കല്യാണം കഴിക്കാൻ നിന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അയാളെ നമ്മൾ ഒരു കൂട്ടിലിട്ട പോലെ ആവും, പൊസസീവ് ആവും, നമ്മൾ എപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കും, എപ്പോഴും എനിക്ക് സമയം തരണം, എന്നെ വിളിച്ചില്ലെങ്കിൽ വിഷമം, എന്നെ മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഡൈനാമിക്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൂട്ടിന് വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിസ്സഹായമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടമുള്ള ഒരു അവസ്ഥയിൽ ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ ഒരാളെ തേടിക്കഴിഞ്ഞാൽ ആ ആളെപ്പോഴും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറും. ആ റിലേഷൻഷിപ്പിൻ്റെ ഡൈനാമിക് തന്നെ അതായിരിക്കും. അത് പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു.